ഹായ് കൂട്ടുകാരെ, നമ്മുടെ പൂച്ചക്കുട്ടികളാണ് കേട്ടാ. ഇത് നമുക്ക് നമ്മുടെ ഒരു ലൂഫി എന്ന് പറഞ്ഞൊരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ ആ പൂച്ചയുടെ കുട്ടികളാണ്. ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളുടെ ഒരാളുണ്ട്, ഒരു മോളുണ്ട്, നിയോണാണ്. നിയോണേ പെണ്ണേ നോക്കി. ആ ഞങ്ങളുടെ മോളാണ് കേട്ടത്. പെണ്ണ് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെണ്ണ് പ്രഗ്നൻ്റ് ആകും. ചിലപ്പോൾ ഞങ്ങൾ ലാബിനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കും. അല്ലാത്തപ്പോൾ ഇവിടെ ഞങ്ങൾ കെട്ടിയിടാറില്ല, ഇങ്ങനെ അഴിഞ്ഞ് നടക്കുള്ളൂ. ഞങ്ങൾ ഇതുവരെ അവളങ്ങനെ കെട്ടിയിട്ട് വളർത്തിയിട്ടില്ല. അപ്പോൾ അത് കാരണം വേറെ പട്ടിയായിട്ട് ക്രോസൊക്കെ ആവാറുണ്ട്. ഇവളുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവൾക്ക് പ്രസവം എടുക്കുമ്പോഴേക്കും ഇവൾ സാധാരണ അപ്പിയിടണ പോലെ പറമ്പിലെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അപ്പിയിടണ പോലെയാണ് അപ്പിയിട്ട് വെക്കും. ജീവനുള്ള അപ്പി അല്ലേടി പെണ്ണെ? ഇതാണ് നിയോണ്. അവിടെ പോയി കിടന്നോ മോള്. അവിടെ കിടന്നു പോയി നിയോൺ അവിടെ പോയി കിടന്നോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടിൽ ഒരു പയ്യൻ രാവിലെ വന്നിട്ട് പറഞ്ഞ്, നിങ്ങളുടെ ആണെന്ന് തോന്നുന്നു 2 പട്ടിക്കുഞ്ഞുങ്ങളെ പറമ്പിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന്. നല്ല ഇവളെ പോലെ തന്നെ 2 ഒരു കറുമ്പനും ഒരു കറുമ്പത്തി ഇവളെ പോലെ തന്നെ ഇരിക്കണം. ഞാൻ വിചാരിച്ചു ഇവിടെ കുഞ്ഞുങ്ങളായി പോകുന്നു. പക്ഷേ ഇവളുടെ അകിടൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒന്നും പ്രസവം നടന്നതായിട്ട് യാതൊരു ലക്ഷണവുമില്ല. അങ്ങനെ അതിനു മുമ്പാണെങ്കിലും പ്രസവത്തിൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങൾ കാണിച്ചതുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും കുഞ്ഞുങ്ങളെ കാക്കോത്തിക്കൊല്ലുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാനതിനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്. ഇവൾ ഭയങ്കര പൊന്നു പോലെ നോക്കണമായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ പാലൊന്നുമില്ല. അപ്പം ഞാൻ എന്നാൽ കടയിൽ നിന്ന് മറ്റേ പൊടി വാങ്ങിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച്. പെണ്ണേ നിന്നെക്കുറിച്ചാണ് ഈ പറയണ. പൊടി വാങ്ങിച്ച് കൊടുക്കാമെന്ന് കരുതി. പൊടി വാങ്ങിക്കാനായിട്ട് പൈസയും വേണ്ടായിരുന്നില്ല. അപ്പോൾ പൊടി വാങ്ങിച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ എന്താണ്, ഇവൾക്ക് പാല് വന്നേക്കണം. ഇത്ര ദിവസം പാലില്ലാത്തവൾക്ക് പാല് വന്നു. ഇവള് പാല് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 2 ദിവസമായിട്ടുണ്ടല്ലോ വേറൊരാൾ ഇവിടെ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട്. വേറൊരു പട്ടി, അതൊരമ്മപ്പട്ടി. മറ്റേ KGF പറയുന്ന പോലെ അമ്മയേക്കാൾ വലിയ പോരാളി വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഇയാളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നിയോണിത് കാണുമ്പോൾ ഓടിച്ചു വിടണുണ്ട് കേട്ടോ. ഇയാൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ മണം പിടിച്ച് വന്ന് ഇയാൾ അടുക്കള വാതിൽ തുറന്നു കിടക്കണമായിരുന്നു. അടുക്കള വാതിൽ വഴി അകത്ത് കയറി നിയോൻ്റെ അടുത്ത് വന്ന് ഈ കുഞ്ഞുങ്ങളെ കണ്ട്. അപ്പോൾ എൻ്റെ ഇളയ പുത്രൻ എടുത്ത് അടുക്കള വാതിൽക്കെ കൊണ്ടുവന്ന് കൊടുത്ത്. അയാൾ വന്ന് പാല് കൊടുക്കണം. ഇത് നോക്കി, അത് കണ്ട. അപ്പോൾ യഥാർത്ഥ അമ്മ ശരിക്കും അയാളായിരുന്നു. അയാളതേ ആ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് 2 കറുമ്പൻ കുഞ്ഞുങ്ങളാണ്. കറക്റ്റ് ലാബിനെ പോലെ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നല്ല. പക്ഷെ അയാൾ വന്ന് പാല് കൊടുക്കണേണ്. ആദ്യം എന്നെ കണ്ടപ്പോൾ ഒന്ന് ഓടിക്കളഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോഴേക്കും പിന്നെയും വന്ന്, ഞാൻ അങ്ങോട്ട് മാറിയത് പിന്നെയും വന്നിട്ട് പിന്നെ കിടക്കണം. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ടട്ടാ മോൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ കിടന്ന്. നീ കുഞ്ഞുങ്ങളെ കാണാണ്ട് ഇത്രയും ദിവസം നിന്നില്ലേ, ഇപ്പോൾ അതിനും അകിടൊക്കെ വേദന എടുത്തിട്ടുണ്ടാവും. പാല് കുടിക്കാണ്ട് കുഞ്ഞുങ്ങൾ പാല് കുടിക്കേണ്ടതല്ലേ, അതായിരിക്കുള്ളൂ അതിങ്ങനെ നടന്നത്. പാവം. ഇപ്പോൾ അതേ വന്ന് കിച്ചൺ സ്ലാബിൻ്റെ അടിയിൽ കയറി കിടക്കണേണ്. അപ്പം നിയോണാണെങ്കിലൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. അവൾക്ക് മനസ്സിലായി അവരുടെ അമ്മ അതാണെന്ന്. അല്ലടി പെണ്ണേ എടി നോക്കിയ നിയോൺ ഇവിടെ നോക്ക് എടാ അവരുടെ അമ്മ അതാണല്ലേ. കുരക്കണമെന്നില്ല. സാധാരണ വേറെ പട്ടിയ പൂച്ചയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെ ആരെയും നിർത്താറില്ല. കുറച്ച് ഓടിച്ചിടും.
പക്ഷെ ഇപ്പോഴതേ ഉണ്ട 2 പേര് നല്ല ചക്കരക്കുട്ടന്മാരാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്തോട്ട് എന്നിട്ടൊന്നും പോടില്ല. ഞാൻ പറഞ്ഞു മോള് പേടിക്കണ്ട, മോളിവിടെ കിടന്നു കേട്ടാ. കൊച്ചുങ്ങൾക്ക് പാലെടുത്ത സമാധാനമായിട്ട് പാവം. കൊച്ചുങ്ങളെ കിട്ടിയതിൻ്റെ സന്തോഷം ഇതല്ലേ അമ്മയുടെ സ്നേഹം. ഇത്ര ഡേഞ്ചറാണെന്ന് അറിഞ്ഞിട്ടും നമ്മളുടെ വീടിൻ്റെ അകത്ത് കയറി വന്ന് കൊച്ചുങ്ങൾ നോക്കി അന്വേഷിച്ച് വന്ന് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് പാല് കൊടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു കേട്ടാ കണ്ടിട്ട്. ഞാൻ ശരിക്കും എൻ്റെ അമ്മനെ കുറിച്ച് ആലോചിച്ചു പോയി.